കൂട്ടുകാരെ, നമ്മുടെ കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് ഇതിൽ കൂടുതൽ എട്ടിന്റെ പണി അല്ലെങ്കിൽ ഇടിവട്ടേറ്റ പണി ഇനി കിട്ടാനില്ല. അതേ പ്രേക്ഷകരെ, നമ്മുടെ പൂജ എന്നേക്കുമായി കളം മാറ്റി ചവിട്ടി നമ്മുടെ രഞ്ജിതയുടെ മരുമകളാകാൻ ഓക്കെ പറഞ്ഞ് റെഡിയായി. നമ്മുടെ രഞ്ജിത നമ്മുടെ വിളക്കൊക്കെ വെച്ചിങ്ങനെ ആരതിയെ കുഴിഞ്ഞ് നമ്മുടെ പൂജയെ കേട്ടുന്ന ദൃശ്യങ്ങൾ എൻ്റെ കൂട്ടുകാരെ നമ്മുടെ സുമിത്ര എങ്ങനെ സഹിക്കും? അപ്പം ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ സുമിത്ര നമ്മുടെ പൂജയോട് പറയുന്നുണ്ട്, ഇനി മേലിൽ നീ രഞ്ജിതയുടെ ഓഫീസിൽ ജോലിക്ക് പോകരുതെന്ന്. പക്ഷെ അവിടെയും സുമിത്രയെ ഞെട്ടിച്ച് നമ്മുടെ പൂജയുടെ മറുപടി തന്നെ ആയിരുന്നു. നേരെ ഞാൻ ഇനിയും പോകും, നാളെ മുതൽ ഇനിയും പോകും എന്നായിരുന്നു നമ്മുടെ പൂജയുടെ മറുപടി. പിന്നെ കൂടുതലൊന്നും നമ്മുടെ സുമിത്ര പറഞ്ഞില്ല കേട്ടോ. നമ്മുടെ സുമിത്ര അവിടെ നിന്നും എന്താ പറയുക ഇറങ്ങി പോകുകയായിരുന്നു. ശേഷം നമ്മുടെ രഞ്ജിതയുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ രഞ്ജിതയ്ക്കിട്ട് ആ ഒരു മുട്ടം പണി കൊടുക്കുന്നുണ്ട് പ്രേക്ഷകരെ. വേറെ ഒന്നുമല്ല, നമ്മുടെ രോഹിത്തിൻ്റെ ആ ഒരു ഡയറി, സുമിത്രയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡയറി നമ്മുടെ രഞ്ജിതയെ കാണിക്കുന്നുണ്ട്. നിന്നെക്കുറിച്ച് എഴുതിയെല്ലാം ഈ ഒരു ഡയറിയിലുണ്ട്. ഇതവളെ കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും മര്യാദയ്ക്ക് പിന്മാറിക്കൊള്ളണം എന്നൊരു ഭീഷണിയും പ്രേക്ഷകരെ. എന്തായാലും അത് കലക്കിയല്ലേ. ആ ഒരു എൻട്രിയും ആ ഒരു പറച്ചിലൊക്കെ അടിപൊളി തന്നെയായിരുന്നു നമ്മുടെ സുമിത്രയുടെ. അപ്പുറത്ത് നമ്മുടെ പ്രതീഷ് നമ്മുടെ സ്വരമോളെ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു സ്നേഹം കിട്ടാനുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു കൊതിയിൽ തന്നെയാണ് നമ്മുടെ പ്രതീഷ്. അപ്പോൾ നമ്മുടെ അനന്യയും സ്വരമോളും സ്കൂളിൽ നിന്ന് മഞ്ഞ വഴി നമ്മുടെ സ്വരമോളെ കളിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രതീഷ് ചെല്ലുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അനന്യ സമ്മതിക്കുന്നില്ല. പക്ഷെ നമ്മുടെ സ്വരമോൾ ഇങ്ങനെ പ്രതീഷിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രതീഷിൻ്റെ മുഖത്തെ ആ ഒരു സന്തോഷം അത് ഭയങ്കരം തന്നെ പ്രേക്ഷകരെ. പിന്നീട് നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പുവും പങ്കജും തമ്മിൽ മുട്ടനടി. വേറെ ഒന്നുമല്ല, നമ്മുടെ പൂജയുടെ കാര്യം പറഞ്ഞിട്ട് അപ്പൂരങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും ദിവസം അപ്പോട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടന്ന ഒരുത്തി ഇപ്പോൾ പങ്കജിൻ്റെ ഭാര്യയാകാൻ ഒരുങ്ങുന്നു. അതിന് സമ്മതം പറഞ്ഞിരിക്കുന്നു. അതേ പ്രേക്ഷകരെ, വളരെ വേദനാജനകം. പിന്നീട് നമ്മുടെ സുമിത്രയുടെ മൂന്നാമത്തെ വരനെയും കൂടി അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പറയുന്നില്ല കേട്ടോ, വിശ്വനാഥ് അയാളെയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സുമിത്രയുടെ മൂന്നാമത്തെ വരൻ. അതേ പ്രേക്ഷകരെ, അപ്പം അതും നമുക്ക് കാണേണ്ടി വരും, കണ്ടു തന്നെ തീർക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക് പ്രേക്ഷകരുടെ ഒരു വിധിയാണിത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.